നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഒരു കാളയെ കയറൂരിവിട്ടാൽ എന്തു ചെയ്യും? ഓടി നടന്ന് ചുറ്റുപാടുമുള്ള വിളകൾ നശിപ്പിക്കും എന്ന് നമുക്കറിയാം. അതിനെ ഒരു കുറ്റിയിൽ ബന്ധിച്ചാൽ കയറിന്റെ നീളത്തിനനുസരിച്ച് ചുറ്റുമുള്ളത് ഭക്ഷിക്കും. കുറ്റിയോട് ചേർത്ത് കെട്ടിയാൽ അത് അവിടെ കിടന്ന് ആഹാരമില്ലാതെ മരിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സും. അതിനെ അമിത സ്വാതന്ത്ര്യത്തിൽ വിഹരിക്കാൻ അനുവദിക്കരുത്, അടിച്ചമർത്തുകയും അരുത്. അതിനെ വിശ്വാസത്തിന്റെ കുറ്റിയിൽ ഭക്തിയുടെ ചരടുകൊണ്ട് തളച്ചിടുക. പല ശ്ലോകങ്ങളിലും പ്രാർത്ഥനകളിലും ദേവീദേവന്മാരുടെ അംഗപ്രത്യംഗ വർണ്ണനകൾ നമുക്ക് കണ്ടെത്താനാകും. എന്നാൽ ഇതൊന്നും തന്നെ മോശമായ ചിന്തയല്ല ഒരു ഭക്തനിൽ ഉണ്ടാക്കുക. മറിച്ച് അവന്റെ മനസ്സിൽ ഭക്തി മാത്രമാണ് നിറയുക. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വ്രതശുദ്ധിയുടെ നീരൊഴുക്കിൽ കരകളെ തഴുകി ഉണർത്തി അച്ഛൻ കോവിലാർ തിരുസന്നിധി തേടി യാത്രയാകുന്നു. മണ്ഡലകാലവിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. അവിടെ കലികാലത്തിന്റെ സമസ്ത ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയേകാൻ ഒരു ശരണസവിധം നമ്മെ തൊട്ടു വിളിക്കുന്നു. സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ ശരണസവിധം. ഇവിടെയാണ് പുകൽപെറ്റ അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവ് പൂർണ്ണ, പുഷ്കല എന്നീ ഭാര്യമാരോടൊപ്പം ഭക്തർക്ക് അനുഗ്രഹവും അനുഭൂതിയും ചൊരിഞ്ഞ് രാജകീയ പ്രൗഢിയിൽ വാണരുളുന്നത്. അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവ് അച്ഛൻ കോവിൽ അരശൻ, ആണ്ടവൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നയിനാർ വീരമണി കണ്ഠൻ ശാസ്ത അയ്യനാർ എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവിനെ വിശേഷിപ്പിക്കുന്നത്. താളിയോലകളിലും തണ്ടപ്പേരിലും പടിത്തരത്തിലും ഈ വിശേഷണം പതിഞ്ഞു കിടക്കുന്നു. മലയാളികൾ എന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഈ തിരുസന്നിധിയിൽ ശരണാഗതരാകുന്നത് നിത്യകാഴ്ചയാണ്. അലയും മലയും കാടും മേടും നീലപ്പട്ടുകളണിഞ്ഞു. അലയും മലയും കാടും മേടും. പരശുരാമൻ സ്ഥാപിച്ച 5 പ്രധാന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നായ അച്ഛൻ കോവിലിലെ പ്രതിഷ്ഠ അന്നത്തെ കൃഷ്ണശിലാ വിഗ്രഹം തന്നെയാണ് എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇവിടുത്തെ മറ്റൊരു സവിശേഷത ക്ഷേത്ര സമീപത്ത് വിരാജിക്കുന്ന മലകൾക്കും സമീപമൊഴുകുന്ന നദിക്കും എല്ലാം ഒരേ പേരു തന്നെയാണ്. മണ്ഡലകാലവിഭാതമായി ശരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ വനമധ്യത്തിലാണ് അച്ഛൻ കോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ. അച്ഛൻ കോവിൽ അരശന്റെ തിരുസന്നിധി തേടി യാത്രയാകുന്ന ഭക്തന് കലിദോഷങ്ങളെല്ലാം അകലുന്നു എന്നാണ് വിശ്വാസം. അശ്വരൂപം പ്രതിഷ്ഠിതമായ കൊടിമരത്തിന് ചുവട്ടിൽ ഭക്തി പാരവശ്യത്തോടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ വാണരുളുന്ന ശാസ്താവിന്റെ ചൈതന്യ പ്രവാഹം ഭക്തന്റെ ഹൃദയകമലത്തെ വിടർത്തുന്നത് നാം അറിയുകയാണ്. ശ്രീകോവിലെത്തുന്ന ഭക്തൻ അച്ഛൻ കോവിൽ ആണ്ടവന്റെ തിരുരൂപം മിഴികളടച്ച് മനക്കണ്ണിലൂടെ
ഹൃദയ സരസിലേക്ക് ആവാഹിക്കുന്നു. രാജയോഗാസനത്തിൽ ഇരിക്കുന്നവനായാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ. വലതുകാൽ ചമ്രം പടിഞ്ഞും ഇടതുകാൽമുട്ട് മടക്കിയും അരപ്പട്ട ധരിച്ചുമാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇടതു കാൽമുട്ടിന് മുകളിൽ ഇടതു കൈവച്ചും വലതു കൈ മലർത്തിപ്പിടിച്ചും അച്ചൻകോവിൽ അരശൻ അനുഗ്രഹം നൽകുന്നു. ഇടതും വലതും ഭാഗങ്ങളിൽ ഭാര്യമാരായ പൂർണ്ണ, പുഷ്കല എന്നിവരും ദർശനഭാഗ്യം നൽകുന്നു. എത്ര കൊടിയ വിഷം തീണ്ടിയാലും ശ്രീധർമ്മശാസ്താവിന്റെ തൃക്കൈ പ്രസാദം കഴിച്ചാൽ വിഷം ഇറങ്ങും എന്നാണ് അനുഭവം. ആധുനിക ജീവിതത്തിൽ ഭഗവാൻ വിഷഹാരി എന്ന നിലയിലും അറിയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ അത്താഴ പൂജ കഴിഞ്ഞാലും ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ നട തുറക്കുമെന്നതും പ്രത്യേകതയാണ്. വിഷം തീണ്ടിയ ഭക്തന് ഭഗവാന്റെ തൃക്കൈയിൽ സദാസമയവുമുള്ള പ്രസാദവും പ്രദക്ഷിണ വഴിക്കരികിലെ തീർത്ഥക്കിണറിലെ ജലവും ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നു. ഏതു സമയത്ത് ചെന്നു വിളിച്ചാലും മേൽശാന്തി നട തുറക്കുന്നതാണ്. 2 മേൽശാന്തിമാരാണ് ഇവിടെ ഉള്ളതെന്നതും പ്രത്യേകതയാണ്. ശാസ്താവിന്റെ തിരുമുമ്പിൽ 18 പടികളുടെ വലത് ഭാഗത്ത് ഗണപതിയും ഇടതുഭാഗത്ത് ഷൺമുഖനും അനുഗ്രഹം ചൊരിയുന്നു. 4 അമ്പലത്തിനു പുറത്ത് പ്രദക്ഷിണ വഴിയുടെ സമീപത്ത് ആറാട്ടുടയോൻ എന്ന മൂർത്തി ഏറെ പ്രത്യേകതയുള്ളതാണ്. മഴ പെയ്യിക്കാനും അതിവൃഷ്ടിയെ തടഞ്ഞു നിർത്താനും ഈ ദേവന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതിനുവേണ്ടി അരിനിരത്തിൽ എന്ന വഴിപാട് ഭക്തജനങ്ങൾ നടത്തിവരുന്നു. മേൽക്കൂരയില്ലാത്തതാണ് ഈ പ്രതിഷ്ഠ. പുണ്യമനസ്സിൽ സ്വാമി പൊഴിയും പൂർണ്ണ ചന്ദ്രിക ചാലേ മകരസംക്രമ സന്ധിയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം പന്തള നൃപനു. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവ് അച്ചൻകോവിൽ അരശനായും ആണ്ടവനായും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ്. വിവിധ രൂപങ്ങളിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു കുടികൊള്ളുന്ന അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവിന്റെ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു. ഒന്നതു കണ്ടു തൊഴാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം. ഒന്നതു കണ്ടു തൊഴാൻ നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം. പൊന്നമ്പലമതിൽ ദേവകളൊഴിയും കർപ്പൂര പൊൻകിരണം. പൊന്നമ്പലമതിൽ ദേവകളൊഴിയും കർപ്പൂര പൊൻകിരണം. കർപ്പൂര പൊൻകിരണം. മകരസംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാവരണം. ഉപദേവന്മാരുടെ പേരിലും അച്ചൻകോവിൽ ഏറെ പ്രസിദ്ധമാണ്. പ്രദക്ഷിണ വഴിയിൽ വടക്കോട്ട് ദർശനമായി ശംഖചക്ര ഗദാ പങ്കജധാരിയായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തിരുമുറ്റത്തിനകത്ത് തെക്കുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മാമ്പഴത്തറ ഭഗവതി കുടികൊള്ളുന്നു. തെക്കു പടിഞ്ഞാറേ കോണിൽ ഉപദേവനായി ഗണപതിയും കുടികൊള്ളുന്നു. പടിഞ്ഞാറേ ഗോപുരം കടന്ന് മുന്നോട്ട് നടന്നാൽ ആൽത്തറയിൽ നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശുകണം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശുകണം. മിഴികളിൽ മോദാശുകണം. മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണം പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാവരണം. നീലനഭസ്സിൽ കളഭം വഴിയും ശ്രീല പൗർണമി. ശ്രീഭദ്ര, വനദുർഗ എന്നീ സങ്കല്പത്തിലുള്ള 2 കണ്ണാടി പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്.
ഭുവനേശ്വരി അമ്മൻ എന്ന പേരിൽ ഉപവിഷ്ടരായിരിക്കുന്ന അമ്മമാർ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നാണ് അനുഭവം. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ഇവിടെ നടത്തുന്ന ഉച്ചപൂജ ഏറെ പ്രസിദ്ധമാണ്. ഇതിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്, ഗുരുധർമ്മപാദത്തെ താണോ വണങ്ങിയൻ നരജന്മ കെട്ട് മുറുക്ക്, തിരുപടിയേറാനൊരുക്ക്. കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അമ്മൻകാവിലെ ദർശനം ജന്മസൗഭാഗ്യം നേടിക്കൊടുക്കുന്നു എന്നാണ് അനുഭവം. പുത്രലബ്ധി ആഗ്രഹിക്കുന്നവർ ദേവിമാർക്ക് കരിവള, മഞ്ഞൾപ്പൊടി, പട്ട് എന്നിവ സമർപ്പിച്ച് ശരണം പ്രാപിക്കുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന ഭയം തുടങ്ങിയ ദോഷങ്ങൾക്ക് ഇവിടെ സമർപ്പിച്ച കരിവളയിലൊന്ന് അണിഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മേൽക്കൂര ഇല്ലാതെ തികച്ചും പ്രകൃതിയുടെ സംരക്ഷണയിലാണ് ഈ കാവ്. മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം, മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം. അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിനാത്മാർപ്പണം, അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിനാത്മാർപ്പണം. അമ്മൻകാവിനടുത്തു തന്നെ നാഗയക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്, ഇരുമുടിക്കെട്ട് നിറപ്പ്. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവ് അച്ഛൻ കോവിൽ അരശനായും ആണ്ടവനായും ഭക്തജനങ്ങളെ സംരക്ഷിക്കുകയാണ്. വിവിധ രൂപങ്ങളിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു കുടികൊള്ളുന്ന അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്താവിന്റെ സന്നിധി ആലംബഹീനർക്ക് എന്നും ശരണാലയമായി നിലകൊള്ളുന്നു. വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. നമ്മുടെ കർമ്മങ്ങൾ മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അയാളുടെ നഷ്ടങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദോഷങ്ങൾ സ്വയം മാറിക്കൊള്ളൂ. ദശാദോഷങ്ങളാണെങ്കിൽ പ്രാർത്ഥനകളും വ്രതങ്ങളും കൊണ്ട് സ്വയം പരിഹരിക്കാവുന്നതാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.